ഹലോ, വെൽക്കം ടു കുക്ക് ആൻഡ് ടേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിയായി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു 600 ഗ്രാം ചിക്കൻ നന്നായി കട്ട് ചെയ്ത് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ചിക്കൻ മസാല. ഇത്രയും ഇട്ടതിന് ശേഷം നമ്മളതിനകത്തേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് പിന്നെ നമ്മളതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് പെരിഞ്ജീരകമാണ്. ഒരു സ്പൂൺ പെരിഞ്ജീരകവും അതുപോലെ തന്നെ ഒരു പീസ് പട്ടയും ഇടുക. പിന്നെ ഒരു 2 തണ്ട് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പീസ് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം കോൺഫ്ലവറാണ്. ഈ കോൺഫ്ലവറും ചേർത്തതിന് ശേഷം ചിക്കൻ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായി ചിക്കനിൽ മസാലയെല്ലാം പിടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കനിലേക്കൊക്കെ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ആഡ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറിവേപ്പില എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആകുമ്പോഴേക്കും ആ കറിവേപ്പിലയുടെ ഫ്ലേവറെല്ലാം എണ്ണയിലേക്ക് വരികയും അതുപോലെ തന്നെ അത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കനും നല്ലൊരു ടേസ്റ്റ് കിട്ടും. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ കറിവേപ്പില എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ അത് കറിവേപ്പില കരിഞ്ഞു പോവേ. അതുകൊണ്ട് നമ്മൾ ആ കറിവേപ്പിലെല്ലാം പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെയാണ് നമ്മളിനി ചിക്കൻ പൊരിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ ചിക്കൻ പീസുകൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായിട്ടിരിക്കുമായിരിക്കും. ചിക്കനിട്ട് ഫസ്റ്റ് ടൈം തന്നെ നല്ലൊരു ചൂട് വേണം. അതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നാലാണ് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വേവൊക്കെ എത്തുള്ളൂ. എല്ലാ ചിക്കനും നമ്മൾ ആ പാനിലേക്ക് കൊള്ളിച്ചു. അതിനകത്തെല്ലാം നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ ഒരു വശം വേകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറച്ചിടാം. അതിൻ്റെ അടുത്ത വശം കൂടി നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വേകാൻ വേണ്ടി എല്ലാ പീസും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അത് ഒന്ന് തീ കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കണം. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. നമ്മൾ 1 by 1 ആയിട്ട് എല്ലാം ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് മാറ്റുക. നന്നായിട്ട് മാറ്റി കഴിഞ്ഞ ശേഷം നമുക്കിനി അതിലേക്ക് വറുത്ത് വച്ചിരുന്ന കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമുക്കത് ഗാർണിഷ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഉണ്ണിയുടെ റിയാക്ഷൻ നോക്കാം ചിക്കൻ കഴിച്ചിട്ടുള്ളതേ. വാവ്, ചിക്കൻ പൊളിച്ചമ്മക്കി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.